കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം ആവശ്യപ്പെട്ട് CPI-ക്കുള്ളിൽ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. ഇന്ന് കൊല്ലത്ത് CPI-ക്കുള്ളിൽ തന്നെ ഒരു ഇത് വന്നു, ബിനോയ് വിശ്വം സ്ഥാനം ഒഴിയണമെന്ന്. അപ്പൊ ഈ ഒരു സ്ഥാനം ഒഴിയണമെന്നുള്ളൊരു ഇത് വന്നത് CPI-യിൽ നിന്നുള്ള ഒരു ചരടുവലിയുടെ കാരണം കൊണ്ടായിരിക്കുമോ? ബിനോയ് വിശ്വത്തിനെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമില്ല. ഇത് തുടക്കം മുതലേ ഉണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വം ശരിയല്ലെന്നും, അല്ലെങ്കിൽ ഈ ഒരു LDF-ൽ നിന്നും CPI മുന്നണി മാറി വേറെ ഒന്നില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ UDF-ലേക്ക് പോവുക എന്നുള്ള ആവശ്യം ദീർഘകാലമായിട്ട് ചില പ്രവർത്തകരിലെങ്കിലും പരസ്യമായിട്ടോ അല്ലെങ്കിൽ രഹസ്യമായിട്ടോ പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃപാഠവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു നേതൃത്വമാണ്. ഈ ബിനോയ് വിശ്വത്തിനെതിരെ അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർക്കിടയിൽ ഒരപ്പുറത്തേക്ക് പോകുന്നില്ല. ഈ ബിനോയ് വിശ്വത്തിൻ്റെ വിരോധികൾ അല്ലെങ്കിൽ അനുകൂലിക്കാത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ, അത് ഇവരിൽ നിന്നും മറികടന്ന് പോകുന്നില്ല. ഔദ്യോഗിക വിഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവരിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളൊന്നും ഈ മുകൾ തട്ടിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ തന്നെ വിമർശനം വരുന്നത് കൊല്ലം ജില്ലയിലെ കമ്മിറ്റിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളത് CPM-ന്റെ ഏറ്റവും ഒരു അപ്രഖ്യാപിത മണ്ണാണ് ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായാലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും ഏറ്റവും കൂടുതൽ പരാജയം വാങ്ങിയിരുന്നു CPI. അതുമാത്രമല്ല CPM പലയിടങ്ങളിലും ഈ CPI തഴഞ്ഞ സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം. ആ ഒരു സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും CPI ഒഴിവാക്കി CPM-ന്റെ കയ്യിൽ തന്നെയാണ് ഈ ഉപനേതൃ പദവി കയ്യിൽ വെച്ചിരിക്കുന്നത്. അതപ്പോൾ ബാർഗൈൻ ചെയ്ത് വാങ്ങാനുള്ള ഒരു കഴിവ് ഈ ഒരു ബിനോയ് വിശ്വത്തിനില്ല. അല്ലെങ്കിൽ നേരത്തെ തന്നെ അത് മുൻകൂട്ടി കണ്ട് അതിലൊരു ധാരണ ഉണ്ടാക്കണമായിരുന്നു. അത് ഈ ഒരു ബിനോയ് വിശ്വത്തിൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ദൗർലഭ്യമായി പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ബിനോയ് വിശ്വം മാറണം എന്നൊരു ആവശ്യം ഈ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയരുന്നത്. കൊല്ലം ജില്ലാ കമ്മിറ്റി മാത്രമല്ല, കേരളത്തിൽ അങ്ങോളമുള്ള മിക്ക CPI, അതായത് താഴെക്കിടയിലുള്ള എല്ലാവിധ CPI പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ സ്ഥാനമാറ്റമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുള്ള ഒരു വിമർശനം വരുന്നുണ്ടല്ലോ, അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഉയരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആകെ ചുരുക്കം MLA-മാർ മാത്രമാണ്. 25 പേരിൽ മത്സരിച്ചവരിൽ അതിലേറ്റവും കുറവ്, അതായത് 8 പേരോ മറ്റോ ആണ് ഇപ്പോൾ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ 8 പേരിൽ ബാക്കി 10-12 പേര് ഈ പരാജയപ്പെട്ടത് ഇവരുടേതായിട്ടുള്ള ഒരു CPI-ക്ക് ജനങ്ങൾക്കിടയിലുള്ള ഒരു മതിപ്പ് അല്ലെങ്കിൽ ഒരു താല്പര്യം കുറഞ്ഞുകൊണ്ടാണ്. ആ താല്പര്യം കുറയാൻ എന്താ കാരണം? ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഈ ഒരു നേതൃത്വമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ജനങ്ങൾ CPI ആയിട്ടുള്ള ഒരു അകൽച്ച, അതാണ് ഈ ബിനോയ് വിശ്വത്തിനെതിരെ ഈ ഒരു രൂക്ഷമായ വിമർശനം ഉണ്ടാകാൻ കാരണം. CPM-ലെ പിണറായി വിജയൻ പോലെയാണല്ലേ CPM-ലെ ബിനോയ് വിശ്വം? ഇപ്പം പിണറായി വിജയനാണ് തുല്യമാണോ എന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് ED റെയ്ഡിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു പക്ഷേ ഈ ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ ഒരു അന്വേഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉയർന്നാൽ CPI-ക്കാർ അത്ര വലിയ രൂക്ഷിതരാകുന്ന സാഹചര്യമൊന്നുമില്ല. കാരണം അത്ര വലിയ അപകടകാരികളല്ല. അതായത് ചേര അതിൻ്റെ ഒരു വിഷമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ CPI. CPM-ന്റെ അത്ര വലിയ കലാപരൂക്ഷിതമായിട്ടുള്ള ഒരു പ്രവർത്തകരൊന്നും ഈ ഒരു CPI എന്ന പാർട്ടിയിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണമോ എന്തെങ്കിലും അന്വേഷണമോ അല്ലെങ്കിൽ വീട്ടിലെന്തോ റെയ്ഡോ വന്നാലും ഈ ഒരു ഇതുപോലത്തെ ഒരു പ്രതിഷേധം ഉയർത്താനുള്ള ഒരു ആംബിയർ CPI-ക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പം CPI-യിൽ ഈ പരാജയത്തിന് മുഴുവൻ കാരണം ബിനോയ് വിശ്വം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, അത് ഒരു പരിധി വരെ CPM-ന്റെ ഇടകടത്തൽ ഉണ്ട്. അതായത് പരിഗണിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ തങ്ങൾക്ക് അർഹത ലഭിക്കേണ്ട സ്ഥലത്ത് CPI ഒഴിവാക്കി CPM-ഉം അല്ലെങ്കിൽ CPM-ന്റെ താല്പര്യപ്രകാരം കേരള കോൺഗ്രസ് MO അവരെയൊക്കെ ഉൾപ്പെടുത്തിയതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ CPI-ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനോയ് വിശ്വം സ്ഥാനം ഒഴിയണമെന്നായിരിക്കും മിക്കവരും കൊല്ലത്തുനിന്ന് പാലക്കാടും ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ സ്ഥാനം ഒഴിയുമായിരിക്കുമോ ബിനോയ്? ഒരു കാരണവശാലും ഇല്ല. ഒഴിയുകയാണെങ്കിൽ തന്നെ അവിടെ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ ഭാവിക്ക് അവിടെ കർട്ടം വീഴുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു അസ്തമയമായിരിക്കും ആ ഒരു CPI എന്ന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. അല്ലെങ്കിൽ അതിന് പകരം അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് പകരം ആ ഒരു സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ ആർജവമുള്ള ഒരു നേതാക്കളെ അല്ലെങ്കിൽ നേതാവിനെ ഇവർ CPI തന്നെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഒരാളെ പകരം ചൂണ്ടിക്കാണിക്കാനായിട്ട് പോലും
ആരും പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാനം രാജേന്ദ്രൻ അന്തരിച്ചതിന് ശേഷമാണല്ലോ ബിനോയ് വിശ്വം ഈ സ്ഥാനത്തേക്ക് വന്നത്. അന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു, എന്നിട്ടും അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തോൽവിക്ക് ശേഷമാണ് ഇദ്ദേഹത്തിനെതിരെ കൂടുതലായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങിയതല്ലേ. ഈ കാനം രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ പിണറായി വിധേയനായിട്ട് ആയിരുന്നില്ല ആ ഒരു സ്ഥാനത്ത് ഇരുന്നിരുന്നത്. ആ തുടക്കത്തിലെ ഒരു വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരസ്യമായി വെട്ടി തുറന്ന് പറയുമെങ്കിലും ഇടയ്ക്ക് എവിടെയോ വെച്ച് അവിടെ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദം പതിയുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നിശബ്ദനാക്കപ്പെടുകയായിരുന്നു. അതിന് പിന്നിൽ മറ്റൊരു കേസോ വിജിലൻസ് കേസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മകനെതിരെയുള്ള ഒരു കേസ് പിണറായി വിജയന്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു രഹസ്യമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് രഹസ്യമായ ഒരു ഡീൽ ഇവർ തമ്മിലുണ്ടായി. കാരണം കാനം രാജേന്ദ്രൻ തുറന്നാൽ അത് അടപ്പിക്കാനുള്ള ഒരു തന്ത്രം പിണറായി വിജയന്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു കാര്യം CPIക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പേടിച്ചാണ് കാനം രാജേന്ദ്രൻ അവസാന സമയങ്ങളിൽ നിശബ്ദനായിരുന്നത്, അല്ലെങ്കിൽ മൗനം പാലിക്കേണ്ടി വന്നത്. പക്ഷേ ഈ ബിനോയ് വിശ്വം കയറി വന്നത് ഈ പ്രായപരിധി മൂലം പഴയ ഒരു നേതാവ് ഉണ്ടായിരുന്നു, KE ഇസ്മായിൽ. KE ഇസ്മായിലിനെ വെട്ടിയാണ് ഈ ഒരു CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കയറിയത്. ആ ഒരു സമയത്ത് KE ഇസ്മായിൽ വിഭാഗവും അല്ലെങ്കിൽ കാനം വിഭാഗവും തമ്മിൽ രണ്ട് തട്ടിലായിരുന്നു. ഏതെങ്കിലും ഒരു പൊതുകാര്യം വരുമ്പോൾ മാത്രമേ ഈ രണ്ട് വിഭാഗവും ഒന്നായി വരൂ. അത് പല കമ്മിറ്റി യോഗങ്ങളിലും അത് പ്രകടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായപരിധി ഉയർത്തി അല്ലെങ്കിൽ പല നിബന്ധനകളും വെച്ചാണ് CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് KE ഇസ്മായിലിന്റെ പേര് വന്നപ്പോൾ അതിനെ വെട്ടി ബിനോയ് വിശ്വം കയറിയത്. ബിനോയ് വിശ്വത്തിന് ഒരു മുഴുവൻ CPIക്കാരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാനാകില്ല. ഒരു ഏറെക്കുറെ ഒരു വിഭാഗം ഈ ബിനോയ് വിശ്വത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയത് കൊണ്ട് ബിനോയ് വിശ്വം ആ ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു. പക്ഷേ പിണറായി വിജയന് ഭയന്ന് അല്ലെങ്കിൽ വിധേയനായി തുടരാനായിരുന്നു ബിനോയ് വിശ്വത്തിന്റെയും വിധി. ഇതുവരെ ബിനോയ് വിശ്വം പിണറായി വിജയന് എതിരായിട്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരണവിരുദ്ധ വികാരമുള്ള ഇതായിരുന്നു അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായിരുന്നു എന്നുള്ള കമന്റുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ CPI പോലും അറിയിക്കാതെയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ പോയി കരാർ ഒപ്പിട്ടത്. അതിൽ പോലും ഒരുപാട് വൈകിയ ശേഷമാണ് ബിനോയ് വിശ്വം അതിലൊരു പ്രതികരണം പറയാൻ തയ്യാറായത് തന്നെ. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളായ PDP അല്ലെങ്കിൽ SDPI പോലുള്ളവരുടെ വോട്ട് വേണ്ട എന്ന് UDF പറയുമ്പോഴും അതിൽ CPMന്റെ നേമത്തെ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി പറയുന്നുണ്ട്, ആര് വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. പക്ഷെ അവിടെ ഈ ബിനോയ് വിശ്വം പറയുന്നില്ല, വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ഈ ഒരു സംഘടനയുടെ, അതായത് SDPI പോലുള്ളവരുടെ വോട്ട് വേണ്ട എന്ന് ബിനോയ് വിശ്വം സ്റ്റേണായിട്ട് പറയുന്നില്ല. അതിൽ തന്നെ ഈ ഒരു LDFലെ CPMനെ ഭയന്നാണ് CPI കഴിയുന്നത് എന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ CPMന്റെ ഒരേപോലെ മുഖമാണ് CPIക്ക് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതായത് CPMന് വിധേയപ്പെട്ടാണ് അല്ലെങ്കിൽ CPMനെ വഴങ്ങിയാണ് CPI ഇപ്പോൾ ഈ ഒരു മുന്നണിയിൽ തുടരുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ CPI എന്നൊരു പാർട്ടി തന്നെ ഇല്ലാണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. CPM ഏറ്റെടുക്കും, CPM ആയിരിക്കും വലുതായി വരിക. ഇപ്പൊ തന്നെ വലുതായി. അത് ഏറെക്കുറെ ശരിയാണ്. അതായത് ഇപ്പോ CPI എന്നൊരു പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ലാതായി. ഇപ്പോ ഒറ്റക്ക് നീങ്ങിയാൽ പോലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പോലും മത്സരിക്കാനുള്ള ഒരു അംഗബലമോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്തോ ഇപ്പൊ ഈ CPI എന്ന ഒരു പാർട്ടിക്കില്ല. ഒരു ഈർക്കിൽ കോൽ പോലെയായി. അത് ഒരുപാട് സമര പോരാട്ടങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പേര് കേട്ട പരമ്പരാഗതമായിട്ടുള്ള ഓരോ ആദർശങ്ങൾ മുറുക്കെ പിടിച്ചു കൊണ്ടുവന്ന ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള തൊഴിലാളി വർഗ പാർട്ടി ഇപ്പോൾ ഇനി ഇവരുടെ മുന്നിലുള്ള ആകെ രണ്ട് ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ LDF മുന്നണി വിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിർബാധം UDFനോടൊപ്പം പിന്തുണ ഏകി അവർക്കൊപ്പം തുടരുക എന്നുള്ളതാണ് ആകെയുള്ള ഒരു ചോയ്സ്. പക്ഷെ സ്വതന്ത്രമായിട്ട് നിന്നാലും അതിലൊരു ചാൻസ് ഇല്ലെന്നല്ലേ തോന്നുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും 3 പ്രധാന കക്ഷികളാണ് ഇപ്പോൾ BJP, UDF, LDF. ഇപ്പോൾ 10 വർഷം തുടർഭരണവും ആ ഒരു ഭരണകക്ഷിയിലായിരുന്നുകൊണ്ട് മാത്രം ഇതുവരെ CPI LDFൽ തുടർന്നിരുന്നു. അപ്പോൾ അവിടെ നിന്നും പരമപുച്ഛവും അല്ലെങ്കിൽ ആട്ടുതുപ്പവും വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ അറിയിച്ച സ്ഥാനമോ കിട്ടാത്ത സ്ഥിതിക്ക് ഇനി അവിടെ മുന്നണിയിൽ നാണം കെട്ട് തുടരരുതെന്ന് നല്ലവരായ CPIക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന നല്ലൊരു പാർട്ടിയായിട്ട് CPI തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് CPIക്കാർ നമുക്കിടയിലുണ്ട്.
അവർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായില്ല UDF മുന്നണിയിലേക്ക് പോകണമെന്ന്. അതിൽ സ്വതന്ത്രരായിട്ട് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് അവരുടേതായിട്ടുള്ള ശബ്ദം ഉയർത്തി ഈ ജനങ്ങൾക്കിടയിൽ വേണമെന്നാണ് ഭൂരിഭാഗം CPI-ക്കാരുടെ ആഗ്രഹം.